Hi everyone, I am Abhijit. Welcome to my channel, The Unprofessional Artist. I'm a self-taught. Anyway, who cares who I am and what I do? Just go straight to the topic. ചുണ്ട് വരയ്ക്കാൻ പഠിക്കണമല്ലേ? പഠിപ്പിക്കാം, ഈസി ആയിട്ട് പഠിപ്പിക്കാം. I repeat, ചുണ്ട്, not mouth, not mouth. Okay, I'm going to teach you how to draw lips, not mouth. For a change, ഇന്ന് നമ്മൾ അനാട്ടമിയെ കുറിച്ചല്ല പറയുന്നത്. അനാട്ടമിക്കലി ചുണ്ട് പഠിക്കണമെങ്കിൽ you have to study all this shit. Okay. സോ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് പ്ലെയിനെ പറ്റിയാണ്. ചുണ്ടിനെ നമുക്ക് 6 പ്ലെയിനായിട്ട് തിരിച്ച് സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അതായത് നമുക്ക് നോസിനെ 6 ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 6 പ്ലെയിൻസ് ആയിട്ട്. ലൈക്ക് ഇതിപ്പോൾ ഒരു ലിപ്സിൻ്റെ ഒരു റെഫറൻസ് ആണ് എടുത്തേക്കുന്നത്. സോ ലൈക്ക് ദിസ് 1 2 3 4 5 6 മൊത്തം 6 പ്ലെയിൻസ്. അതായത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ കാണാം. നമ്മളിപ്പം അതിനൊരു 3/4 വ്യൂവിലാണെങ്കിൽ ലൈക്ക് ദിസ്. ഓക്കെ, ഇത് 1 2 3 4 5 6. ഇപ്പോൾ ഇതൊരു സൈഡ് വ്യൂ ആണെങ്കിൽ നമുക്ക് മൊത്തം പ്ലെയിനെ കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, നമുക്ക് 4 പ്ലെയിൻ മാത്രമേ കാണാൻ പറ്റൂ. അതും 2 എണ്ണത്തിൻ്റെ ഒരു പകുതി വെച്ച്. അതായത് 1 ഇതിൻ്റെ പകുതി 1/2, ഇത് 3rd പ്ലെയിൻ, ഇത് 4th പ്ലെയിൻ, അതിൻ്റെ 1/2 കാണത്തുള്ളൂ. ഓക്കെ, നമ്മൾ പിന്നെ ചുണ്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം പറഞ്ഞാൽ W. ആക്ച്വലി ഇറ്റ്സ് നോട്ട് W, ഇറ്റ്സ് 2 V's. ഞാൻ പിന്നെ W എന്നൊരു ഗുമ്മിന് വേണ്ടി പറഞ്ഞതാണ്. എന്താണ് ഗുമ്മെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ V എന്ന് പറയുമ്പോൾ ഒന്ന് മുകളിലും ഒന്ന് താഴെ. ഇവിടെ ഒരു V ഉണ്ട് ആക്ച്വലി. അത് ഈ പർട്ടിക്കുലർ പേഴ്സൺ അതില്ല, ഞാൻ എടുത്ത റെഫറൻസിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. മിക്ക ആൾക്കാർക്കും ഉള്ളതാണ് V. അതായത് ഇതൊരു പ്ലെയിൻ, ഇതിനെയാണ് നമ്മൾ പ്ലെയിനായിട്ട് തിരിക്കുന്നത്. അതായത് 1 സെക്കൻഡ് പ്ലെയിൻ വരുമ്പോൾ ദിസ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. അതായത് ഒരു V 2 V. ദെൻ ലിപ്സ് ഹാവ് റൗണ്ട്നെസ്. ഓക്കെ, റൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈൻ വരയ്ക്കുമ്പോൾ ജസ്റ്റ് അങ്ങ് റാൻഡമായിട്ട് വരയ്ക്കാതെ അത് ആ ചുണ്ടിൻ്റെ ആ ഫോമിൻ്റെ മണ്ടയിൽ കൂടെ വേണം വരയ്ക്കാനായിട്ട്. ഇപ്പം ഞാൻ പ്ലെയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദിസ്. ഓക്കെ, പിന്നെ ഫോം എന്ന് പറയുമ്പോൾ പ്ലെയിൻ പോകുന്നത് ഇങ്ങനെയാണ്. ലിപ്പിന് അതിൻ്റെ റൗണ്ട്നെസ് ഉണ്ട്. അതായത് ആ ഫോം നമ്മൾ പറഞ്ഞ് അതിന് ചുറ്റും വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. ഇപ്പോൾ താഴത്തെ പ്ലെയിൻ ആണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ദിസ്, നോട്ട് ലൈക്ക് ദിസ്. അതായത് ലിപ്പ് റൗണ്ട് ആണ്, അതിന് ഒരു ബൾജിനെസ് ഉണ്ട്. നെക്സ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു സേ ഇസ് കോമ. കോമ എന്ന് പറയുമ്പോൾ അതായത് ചുണ്ടിൻ്റെ കോമ ഈ ഒരു പാർട്ടുണ്ടോ. ആക്ച്വലി ഇതൊരു ഞാനൊരു വേറെ എവിടെ നിന്നോ ട്യൂട്ടോറിയലിൽ കേട്ടൊരു പാർട്ടാണ്. അതായത് കോമ, ഇത് ലുക്സ് ലൈക്ക് എ കോമ. അപ്പോൾ നമ്മൾ ആ സംഭവം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ ചുണ്ടിനും അവിടെ ഒരു ഡിമ്പിൾ പോലൊരു പാർട്ടുണ്ട്. ഓവർ ഹിയർ ആൻഡ് ഓവർ ഹിയർ. ഓക്കെ, ഡിമ്പിൾ. അതായത് മിക്ക ആൾക്കാർക്കും അല്ല എല്ലാവർക്കും ഉള്ളതാണ്. കാരണം അവിടെ ചെറിയൊരു ഗ്യാപ്പ് വരും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ മിക്ക മസിൽസും വന്ന് ജോയിൻ ആവുന്ന പാർട്ട് ഇവിടാണ്. ഓക്കെ, പക്ഷേ നമ്മൾ കടന്നുറങ്ങുമ്പോൾ തുപ്പലൊലിപ്പിക്കുന്ന ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ അത്. സോ അപ്പോൾ ചുണ്ട് വരയ്ക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ബട്ട് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ട് നിങ്ങൾ പോയൊരു ചുണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, നോ ഡെപ്ത്. അത് ചുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഷേപ്പ് ഓഫ് എ ലിപ്സ്, ബട്ട് ഇത് ഒരു ചുണ്ടല്ല. കാരണം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈൻ വെയിറ്റ്. ലൈൻ വെയിറ്റ് ആണ് ഇതിന് ചുണ്ടിൻ്റെ ആ ഒരു ഡെപ്ത് തരുന്നത്. ലെറ്റ് മീ ഷോ യു. നേരത്തെ റെഫറൻസ് തന്നെ എടുക്കാം. വി ഹാവ് 2 കോമാസ്. then the V shape and over here also. ഇതിനകത്തില്ല, ഞാനത് അങ്ങ് ടൈനിലാണ്. ഓക്കെ, then bottom part of the lips. Okay, ഇറ്റ്സ് ലുക്ക് കൈൻഡ് ഓഫ് ലിപ്സ്. സോ നമ്മൾ ലൈൻ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാ പാർട്ടും നമ്മൾ അതിൻ്റെ ഭയങ്കര കട്ടിക്കല്ല വരയ്ക്കുന്നത്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ ലൈൻസ് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കണം. അതായത് ദിസ് പാർട്ട്, ദെൻ ദിസ് പാർട്ട്, ദിസ് പാർട്ട്, ദെൻ ദിസ് പാർട്ട്. അതുപോലെ തന്നെ വി. ഇപ്പോൾ പല്ല് വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സ്ലൈറ്റായിട്ട് അതിൻ്റെ ഒരു ഇത് മാത്രം കാണിച്ചാൽ മതി, ആ ഒരു ഷേപ്പ് സംതിങ് ലൈക്ക് ദാറ്റ്. സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക, ഇവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. സ്കാൻഡിലേക്ക് ചെയ്ത് ഓക്കെ, നമുക്കത് ജസ്റ്റ് അത് അവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓരോ ഇത് ഇടുമ്പോഴത്തേനും വിൽ നോട്ട് ലുക്ക് ലൈക്ക് എ ടീത്ത്. ജസ്റ്റ് ആ ഒരു ഷേപ്പ് മാത്രം കാണിക്കുക, പിന്നെ ബാക്കിയുള്ളത് ഡാർക്കായിട്ട് കൊടുക്കുക. ഓക്കെ, ആക്ച്വലി ഇതിപ്പം ഓപ്പൺ മൗത്ത് ഞാൻ റെഫറൻസ് എടുത്തുകൊണ്ടാണ് അങ്ങനെ വരച്ചത്. ഇഫ് യു വാണ്ട് ടു ഡ്രോ ഒരു ക്ലോസ്ഡ് ലിപ്സ് ആണെങ്കിൽ ലൈൻ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ യു ഹാവ് ടു ദിസ് പാർക്ക് ഡാർക്ക് ആയിരിക്കണം, പിന്നെ ഈ പോർഷൻ ഡാർക്ക് ആയിരിക്കണം, ഈ പോർഷൻ ഡാർക്ക് ആയിരിക്കണം, ഈ പോർഷൻ ഡാർക്ക് ആയിരിക്കണം. ഈ ഒരു ജോയിനിങ് ഇവിടെ നമ്മൾ അധികം ലൈൻ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മാത്രം മതി. ഈ പാർട്ട് ഡാർക്ക്, ഈ പാർട്ട് ഡാർക്ക്, നമ്മുടെ കോമൺ ഡാർക്ക്. ലിപ്പ് വിൽ ലുക്ക് ലൈക്ക് എ ലിപ്സ്. ഓക്കെ, 3/4 വ്യൂവിന് കോമ എഴുതുക, ലിപ്സ് എവിടോട്ട് പോകുന്നത് കാണിക്കുക, ബേസിക് ഷേപ്പ് വരയ്ക്കുക. ഓക്കെ, സെയിം ഗോസ് ടു ദ ലോവർ ലിപ്പ്. അത് കഴിഞ്ഞ് നമ്മുടെ വീസ് കംസ് ലൈക്ക് ദിസ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ താഴത്തെ പോർഷൻ വരയ്ക്കുമ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന ഡെപ്താണ്. അതായത് ഇതിനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഈ ഒരു പോർഷൻ്റെ മേളിലാണ് വരുന്നതെന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ലോവർ ലിപ്സിൻ്റെ ഈ പോർഷൻ വരുന്നത്. സോ ഇവിടെ ഡാർക്ക് ആയിരിക്കും, ഈ പോർഷൻ ഡാർക്ക് ആയിരിക്കും, ലൈറ്റായിട്ട് വരയ്ക്കുന്നു. ഇവിടെ വരുമ്പോൾ ഡാർക്ക് ആക്കുന്നു, ഇവിടെ വരുമ്പോൾ വീണ്ടും താഴോട്ട് ചെല്ലുമ്പോഴത്തേന് ലൈറ്റ് ആവുന്നു. സോ ഷോ ദ റൗണ്ട്നെസ്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടിന് മേലുള്ള ഈ പാർട്ട് അത് വരയ്ക്കുമ്പം കട്ടിക്ക് വരയ്ക്കരുത്. ഓക്കെ, ഞാൻ കട്ടിക്ക് വരച്ച് കഴിഞ്ഞാലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അതൊരു ഗുണക്കേവൊക്കെ പോലെ ഇരിക്കും. ഗ്രാൻഡ് കാനിയൻ അതൊരു ജസ്റ്റ് നമ്മൾ സ്ലൈറ്റ് ഒരു പയ്യെ അവിടെ ഷേപ്പ് ഉണ്ടെന്ന് മാത്രം കാണിക്കുക. അങ്ങനെ, അതായത് ഇവിടെ വരയ്ക്കുമ്പോഴാണേലും ജസ്റ്റ് ഷോ ഇറ്റ് എ ലിറ്റിൽ ബിറ്റ്. ഓക്കെ, ചെറിയൊരു ഇതുപോലെ കാണിച്ചാൽ മതി. അല്ലാതെ അതിന് ഒത്തിരി കട്ടിക്ക് വരച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ലുക്ക് ലൈക്ക് എ നാച്ചുറൽ ബോഡി പാർട്ട്. ജസ്റ്റ് ഷോ ഇറ്റ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ പ്ലെയിനും കാണാനേ പറ്റില്ല. ഓക്കെ, സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ പ്ലെയിനും കാണാനായിട്ട് പറ്റില്ല. ബട്ട് വി നോ ദ ബേസിക് ഇൻഫോർമേഷൻ. അതായത് ഇവിടുന്ന് കോമ വരുന്നു, അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഷേപ്പ് വരയ്ക്കുക. ഓക്കെ, ദെൻ കംസ് ദ വി. ദിസ് ഇസ് ദ എന്നുവെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ ഡാർക്ക്നെസ് വേണ്ടടുത്ത് ഡാർക്ക്നെസ് ആഡ് ചെയ്ത് കൊടുക്കുക. ദിസ് പാർട്ട് ഓവർലാപ്സ് ദിസ് ലിപ്സ് ഓവർലാപ്പ് ദിസ് ലിപ്സ്. ഓക്കെ, അതുകൊണ്ട് വരയ്ക്കുമ്പോൾ അത് നമ്മൾ ഷോ ചെയ്യണം. ഇതും ഒരു ചെറിയൊരു ഇൻവേർട്ട് ഇതുണ്ട്, അതാണ് നമ്മുടെ ചുണ്ടിനൊരു റിയലിസ്റ്റിക് ഫീൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ പാർട്ട് ശ്രദ്ധിക്കാം. ഇവിടെ നിന്നാണ് നോസ് വരയ്ക്കുന്നത്. നോസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എൻ്റെ പ്രീവിയസ് വീഡിയോയിലുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഗോട്ട് 7 വ്യൂസ്. ഓക്കെ, സോ ബേസിക്കലി ലിപ്സിനെല്ലാം സെയിം ഫീച്ചേഴ്സ് തന്നെയാണുള്ളത്. പിന്നെ ആൾക്കാർ മാറുന്നതനുസരിച്ച് അതിൻ്റെ ഷേപ്പും സൈസും മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതൊരു വലിയൊരു ലിപ്സാണ്. അപ്പം ഫസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക, കോമ വരയ്ക്കുക, ബേസിക് ഷേപ്പ് കൊടുക്കുക. Then comes the V's. Always think about the roundness of the lips വരയ്ക്കുമ്പോൾ. V comes over here.
then lips ഇങ്ങോട്ട്. Second we comes over here. അതായത് എന്ത് പാർട്ടാണോ ഒരു ഇതിനേക്കാളും മേളിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് അതിനെ വേണം നമ്മൾ ഇങ്ങനെ വരയ്ക്കാനായിട്ട്. ഓക്കെ, മണ്ടലായിട്ട് ഇച്ചിരി ഡാർക്കറായിട്ടും വരയ്ക്കാനായിട്ട്. പിന്നെ പല്ലെന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജസ്റ്റ് ആ ഒരു ഷേപ്പ് മാത്രം കാണിക്കുക, അല്ലാതെ അതിനെ ഭയങ്കര ഒരു പ്രൊണൗൺസ്ഡ് ആയിട്ട് വരയ്ക്കേണ്ട കാര്യമില്ല. അത് ആ ഒരു ഒറിജിനാലിറ്റിയെ ബാധിക്കും, അതിൻ്റെ ഒരു അപ്പീലിങ്ങിനെ. ഇപ്പം ലിപ്സ് ചെറിയ ലിപ്സാണ്, മറ്റേ അത്ര വലുപ്പമില്ലെങ്കിലും സെയിം തിങ്. ഫസ്റ്റ് കോമ വരയ്ക്കുക, ബേസിക് ഷേപ്പ് വരയ്ക്കുക, സെയിം പ്രിൻസിപ്പിൾ ഗോസ് ടു എവറിത്തിങ്. ഓക്കെ, വി then all line weight. And you will be like, oh, this is ഈ പടം അതുപോലെ റെഫറൻസ് പോലെയല്ലോ ഇരിക്കുന്നത്. ഞാൻ ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാനല്ല നോക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒരു അപ്പീലിംഗ് ലിപ്സ് വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാതെ എനിക്ക് ഐ ഡോണ്ട് ഹൗ ടു ഗെറ്റ് ദിസ് കറക്റ്റ് ദ പിക്ചർ. ഓക്കെ, ഐ ഡോണ്ട് കെയർ. ഇപ്പോൾ 2 മണിക്കൂർ എടുത്ത് ലിപ്സ് വരച്ച് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സോ ദിസ് ഈസ് ഹൗ ഡ്രോ യർ ലിപ്സ്. ഓക്കെ, ഐ വിൽ ഷോ യു വൺ മോർ എക്സാമ്പിൾ. കോമ ഇവിടെ ആയിരിക്കും വരുന്നത്. ആക്ച്വലി 3/4 വരയ്ക്കുമ്പോൾ ഞാൻ ഒരു സീക്രട്ട് പറഞ്ഞുതരാം. നമ്മൾ ലിപ്സിനെ ഈ ഒരു സിമ്പിൾ ഷേപ്പിലോട്ട് ആക്കുക, ഇതിലോട്ട് മെൻ്റലി തിങ്ക് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇതിലോട്ട് എത്താനായിട്ട് വളരെ എളുപ്പമാണ്. ബേസിക് ഷേപ്പ് പറഞ്ഞ പോലെ പല്ല് വരയ്ക്കുമ്പോൾ ഷേപ്പ് വരയ്ക്കുക, there you go, you have a lips. Simple as that. Okay man, so now you know how to draw your lips. Actually lips, okay, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ലിപ്സ് ഇത് വായല്ല, നോട്ട് മൗത്ത്, ലിപ്സ് ആണ്. അതായത് ചുണ്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. വാ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ്. ആക്ച്വലി എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് വാചരിക്ക് വരയ്ക്കേണ്ടതെന്ന്. അപ്പോൾ ദിസ് ഈസ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഫൈനൽ പ്രൊഡക്റ്റ് അല്ല, ഇതൊരു റഫ് സ്കെച്ചസ് ആണ് ഞാൻ വരച്ച് കാണിച്ചേക്കുന്നത്, ജസ്റ്റ് മിനിറ്റ്സിൽ വരച്ചിട്ട്. അപ്പം ഇതുപോലുള്ള സ്കെച്ചസ് പെട്ടെന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക, അതെനിക്ക് പറയാനുള്ളൂ, മറ്റൊന്നുമില്ല. ഓക്കെ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.